എന്തന്വേഷണം ജിഷു, നിങ്ങളൊന്നും മിണ്ടാതിരി. അദ്ദേഹം പറയട്ടെ, അദ്ദേഹത്തിന് അവസരം. നിങ്ങൾ സംസാരിച്ചല്ലോ. അല്ല ഇങ്ങനെ കാര്യം സംസാരിക്കാതെ. ഇത് മര്യാദയല്ല. നിങ്ങളല്ലേ മര്യാദയെ കുറിച്ച് പറഞ്ഞത്? ഇത് മര്യാദയല്ല. നിങ്ങളെ അടുത്ത് വരുമല്ലോ, അപ്പൊ സംസാരിക്കൂ പ്ലീസ്. പ്രിന്റു പറയാം. ഇവർ ഒന്ന് മനസ്സിലാക്കണം സാർ, ഇവർ ഇത്തരത്തിലുള്ള മാധ്യമ പ്രവർത്തകർ ഉപയോഗിക്കുന്നു. ക്യാപ്സൂൾ ടൈപ്പിൽ വിവിധ രാഷ്ട്രീയ പാർട്ടി ഇതര MSF കാരനാണ് അല്ലെങ്കിൽ KSU കാരനാണെന്ന് പറഞ്ഞുകൊണ്ട് ആളുകളെ കൊണ്ടുവന്നതൊന്നും ഈ കൊലപാതക ശ്രമത്തിൽ നിന്ന്, ഈ കൊലപാതകത്തിൽ നിന്നോ SFI എന്ന പ്രസ്ഥാനത്തിന് ഒരിക്കലും അതൊന്ന് മാറാൻ സാധിക്കില്ല. കാരണം ഒരു സംശയം വേണ്ട, ഈ ക്യാമ്പസിനകത്ത് അനവധി വർഷങ്ങളായി ഇദ്ദേഹം സത്യത്തിൽ സിദ്ധാർത്ഥ് പറയാൻ സാധിച്ചത് ഇവിടത്തെ ലഹരി മാഫിയക്കെതിരെ പ്രതികരിച്ചു എന്നാണ് അദ്ദേഹം പറയാൻ സാധിക്കുന്നത്. ലഹരി മാഫിയക്കെതിരെ SFI യൂണിറ്റിനകത്ത് നടക്കുന്ന ഈ ലഹരിക്കെതിരെയുള്ള പോരാട്ടത്തിൽ ഇത് പരസ്യമായിട്ട് ഞാൻ പബ്ലിക്കിനെ അറിയിക്കുമെന്ന് പറഞ്ഞതിന്റെ പേരിൽ അദ്ദേഹത്തിന് വേട്ടയാടുന്നത് നമ്മൾ മനസ്സിലാക്കണം. ലഹരിയുമായി ബന്ധപ്പെട്ടാണ് അദ്ദേഹത്തിനെ ആക്രമിക്കുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ട് ഇവർ ഇല്ലാത്തൊരു പരാതി കൊടുക്കുന്നു. SFIയുടെ പഴയ തിരുവനന്തപുരത്തെ പഴയ ജില്ലാ സെക്രട്ടറി, ജില്ലാ പ്രസിഡന്റ് ഒക്കെ അടിച്ച് പൂസായിട്ട് ഡാൻസ് ചെയ്തൊക്കെ അറിയാലോ. അപ്പോ ജില്ലാ സെക്രട്ടറി മാത്രമല്ല സാർ, ലഹരിക്ക് അടിമപ്പെട്ടുകൊണ്ട് ഈ താലിബാൻ സ്വഭാവമാണ്. കാരണം പോപ്പുലർ ഫ്രണ്ടിന്റെ നിരോധനം ഉണ്ടായല്ലോ. ഈ പോപ്പുലർ ഫ്രണ്ടിന്റെ നിരോധനം ഉണ്ടായപ്പോ പോപ്പുലർ ഫ്രണ്ട് SFIയിൽ നിന്ന് പോപ്പുലർ ഫ്രണ്ട് ചെയ്യുന്ന നിങ്ങൾക്ക് അറിയാലോ കൃത്യമായിട്ട് പ്രവർത്തനങ്ങളിലേക്കാണ് SFI മാറുന്നത്. സ്വാഭാവികമായിട്ടും എല്ലാ കാലഘട്ടത്തിലും ഉണ്ടായിരുന്ന ന്യായീകരണം സാർ. ഞാനൊരു കാര്യം പറയാം. പണ്ട് നമ്മൾ പരുമലയില് അനൂപ്, സുജിത്ത്, കിങ്കരുടാൻ എന്ന് പറയുന്ന 3 ചെറുപ്പക്കാരെ അവർ SFIയുടെ സ്ഥാനാർത്ഥികളായി ജയിച്ചതിന്റെ പേരിൽ ഇവരെ പമ്പയാറ്റിലേക്ക് ഓടിപ്പിച്ചതിന് ശേഷം ആ വെള്ളത്തിൽ മുങ്ങിയ 3 ചെറുപ്പക്കാരെ കല്ലെറിഞ്ഞു കൊന്ന ചരിത്രം ഉണ്ടായി. ആ കല്ലെറിഞ്ഞു ഉണ്ടായ സമയത്ത് കേരളത്തിലെ നിയമസഭയിൽ അന്നത്തെ മുഖ്യമന്ത്രി E.K. നായനാർ അതിനെ ന്യായീകരിച്ചുകൊണ്ട് പറഞ്ഞത് ഈ ട്രൗസറിലും ഈ നമ്മുടെ പോക്കറ്റിലും ഒക്കെ വെള്ളം കയറി 3 ചെറുപ്പക്കാർ മരിച്ചെന്ന. അപ്പൊ ഇവര് ന്യായീകരിക്കുമ്പോൾ ഒരു കൊലപാതകം നടത്തിയിട്ട് അതിന്റെ തെളിവ് നശിപ്പിക്കുന്നതിനും ന്യായീകരിക്കുന്നതിനും ഈ പ്രസ്ഥാനത്തിനുള്ള പങ്ക് അത് നമുക്കറിയാം. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കണം, ഈ കേരളത്തിൽ ഇവർ ചെയ്യുന്ന ഈ രാവണക്കോട്ടകളിൽ ചെയ്യുന്ന ഈ ശുദ്ധ തെമ്മാടിത്തരവും മനുഷ്യത്വരഹിതമായിട്ടുള്ള പ്രവർത്തനങ്ങളും അവസാനിപ്പിക്കുന്നതായിരിക്കും SFIക്കും അവരുടെ പ്രസ്ഥാനത്തിനും നല്ലത്. അല്ലെങ്കിൽ ഇവിടുത്തെ പേപ്പട്ടികളെ കൈകാര്യം ചെയ്യുന്നതുപോലെ പൊതുസമൂഹം ഓരോ SFIക്കാരനെയും കേരളത്തിന്റെ പൊതുമധ്യത്തിൽ കൈകാര്യം ചെയ്യുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയം വേണ്ട. കാരണം ഈ പ്രസ്ഥാനം കാരണം അനവധി ആളുകൾക്ക്, അച്ഛനമ്മമാർക്ക് സ്വന്തം മക്കളെ നഷ്ടപ്പെടുന്ന ഈ സാഹചര്യമാണ് കേരളത്തിലുള്ളത്. ഒരു ഹൃദയം പൊട്ടിക്കൊണ്ട് ഒരു അച്ഛൻ അവിടെ വന്ന് കരയുന്നു. ആ കരയുന്ന സമയത്തും ജിഷ്ണുരാജ് തെളിവ് ചോദിക്കുകയാണ്. ജിഷ്ണുരാജി ഒന്ന് ആലോചിച്ച് നോക്കൂ, നിങ്ങൾക്ക് മനുഷ്യത്വമുണ്ടോ? ഈ മനുഷ്യത്വരഹിതമായ കാര്യങ്ങൾ ചെയ്തിട്ട് ന്യായീകരിക്കുന്നതിനേക്കാൾ നല്ലത് ജിഷ്ണു ഷാജി നിങ്ങളൊക്കെ ആ പ്രസ്ഥാനത്തിൽ നിന്ന് രാജിവെച്ചിട്ട് വേറെ വല്ല പണിക്കും പോകുന്നതാണ്. മനസ്സിലായി? അല്ലെങ്കിൽ നാളുകളിൽ ഇപ്പൊ തീഹാർ സെൻട്രൽ ജയിലിൽ കുറെ പേര് കിടക്കുന്നുണ്ട്. അതുപോലെ ജിഷ്ണു ഷാജി അടക്കമുള്ള ആളുകൾക്ക് കിടക്കേണ്ട സാഹചര്യം കേരളത്തിൽ ഉണ്ടാവും.